നിങ്ങളെ നമ്മളെല്ലാവരും രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് ആളുകളൊക്കെ പറയുന്നത് ഓനക്ക് നല്ല വണ്ടിയുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, ഓൻ രക്ഷപ്പെട്ടു അല്ലേ, ഓൻ സെറ്റിലായി. എവിടെ സെറ്റിലാകാനാണ്? എവിടെ രക്ഷപ്പെടാനാണ്? നമ്മളെല്ലാവരും രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എല്ലാവരും രക്ഷപ്പെടണമെന്ന് നമ്മൾ കൊതിക്കുന്നവരാകണം. ആരും തോറ്റുപോകരുത് എന്ന് കൊതിക്കണം. എല്ലാവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കണം. ആളുകളുടെ രക്ഷ നീ ഉദ്ദേശിക്കുന്നുവോ? നിന്റെ രക്ഷ അല്ലാഹും അവന്റെ മലക്കുകളും ഉദ്ദേശിക്കുന്നുണ്ട്. ആളുകളെല്ലാവരും രക്ഷപ്പെടണമെന്ന നീയത്ത് നിന്നിലുണ്ടെങ്കിൽ നിന്റെ രക്ഷ അല്ലാഹു ഏറ്റെടുക്കുകയാണ്. നിന്റെ കുടുംബം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. നിന്റെ കച്ചവടങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുകയാണ്. നിന്റെ ഭാര്യ മക്കളെ അല്ലാഹു ഏറ്റെടുക്കുകയാണ്. നിന്റെ മരണം നന്നാകാൻ അല്ലാഹു സഹായിക്കുകയാണ്. എല്ലാവരും രക്ഷപ്പെടുക. അത് രക്ഷപ്പെടണം. ശരിയായ രക്ഷ എന്ന് പറഞ്ഞാൽ സമ്പത്തല്ല, ഐശ്വര്യമല്ല, വീടല്ല, പറമ്പല്ല, സ്വത്തല്ല, സൗന്ദര്യമല്ല, മക്കളല്ല, തോട്ടങ്ങളല്ല, അധികാരങ്ങളല്ല. ഇതേതും അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമല്ലേ? അല്ല, തീർച്ചയായിട്ടുമല്ല. നമുക്ക് നമ്മൾ രക്ഷപ്പെടുന്നതിനെക്കാട്ടിയും ബേജാറ് മറ്റോന് രക്ഷപ്പെട്ടു എന്നുള്ള ബേജാറാണ്. നമ്മൾ തോറ്റെന്നുള്ള ബേജാറിനെ കാട്ടിയും വേറെ ബേജാറെന്താണ്? അവൻ വിജയിച്ചു പോയല്ലോ, ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. അവൾ വിജയിച്ചു പോയല്ലോ. എല്ലാവരും വിജയിക്കണമെന്ന് കരുതിക്കോ. നിന്റെ പേരാണ് മുഅ്മിന്, മുസ്ലിം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടണം. ദുനിയാവിൽ നിന്നുള്ള രക്ഷ ആഖിബത്ത് വിജയം, ആഖിബത്ത് നന്നാവലാണ്, അവസാനം നന്നാകലാണ്. ലോകത്തു നിന്ന് പോകുമ്പോ റാഹത്തോടെ സന്തോഷത്തോടെ പോകലാണ്. അങ്ങനെ പോയാൽ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. രക്ഷപ്പെടാൻ ഏറ്റവും എളുപ്പമാർഗം ധാരാളം അൽഹംദുലില്ലാ ചൊല്ലലാണ്. എല്ലാ സമയത്തും അൽഹംദുലില്ലാ. ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നവരും അവരാണ്. ധാരാളം അൽഹംദുലില്ലാ. ഒരാൾ പറഞ്ഞു, ഇപ്പൊ അൽഹംദുലില്ലാ എന്ന് ചെല്ലാനും പേടിയാണ്. എന്തേന്ന് അൽഹംദുലില്ലാ കട കേൾക്കണം. അപ്പം അവൻ്റെ വേണ്ടത്ര പൈസ ഉണ്ട് നടത്തുന്നുള്ള ധാരണയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ വകുപ്പില്ല. തട്ടിമുട്ടിയിട്ട് അങ്ങനെ പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ മോശമില്ല. അങ്ങനെയല്ല, ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക. ഗലാട്ടാക്കി കുസ്തിയാക്കാൻ കയ്യെങ്കിലും കൊടുക്കുക കടം അല്ലേ? കൊടുക്കുന്നത് വലിയ വിഷയമല്ല, കൊടുക്കുന്നത് വിഷയമല്ല. കൂലിയുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ കൊടുത്താൽ പിന്നെ അവനോട് പിണങ്ങാൻ, ഗലാട്ടയാക്കാൻ, യുദ്ധാക്കാൻ, റൗഡിസത്തിന് കഴിയുമെങ്കിൽ മാത്രം കൊടുക്കുക. അങ്ങനെ ഒരു കാലമാണ്. അല്ലാഹു അവന്റെ ഖസാനയിൽ നിന്ന് നമുക്ക് കോരിവാരി തരട്ടെ. മുഅ്മിനീങ്ങളെ, ധാരാളം ഹംദുകൾ ചൊല്ലുക, നല്ലോണം ഖുർആൻ ഓതുക. അഹ്ലുൽ ഖുർആനിഹും അഹ്ലുല്ലാഹ്. ഖുർആൻ ഓതുന്നത് കൊണ്ട് ദുനിയാവിന്റെ രക്ഷയാണ്, ആഖിറത്തിന്റെ രക്ഷയാണ്. ഖാജ തങ്ങൾ ദിവസത്തിൽ 2 ഖത്മുൽ ഖുർആൻ, അജ്മീർ ഖാജ ഒരു ദിവസം 2 ഖത്മ് ഓതിയിരുന്നു. റമളാനാ വരാൻ പോകുന്നത്. ധാരാളം ഖുർആൻ ഓതിക്കോ. കഴിവിന്റെ പരമാവധി ഖുർആൻ ഓതണം. ആവേശത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഖുർആൻ ഓതുന്നത് കൊണ്ട് അത് നാളെ ശഫാഅത്തിന് കാരണമാകുന്നു, ഖബർ രക്ഷയ്ക്ക് കാരണമാകുന്നു, ആഖിബത്ത് നന്നാകാൻ കാരണമാകുന്നു. ഖുർആൻ ധാരാളം ഓതുക. പിന്നെയോ ദിക്റുകളും സ്വലാത്തുകളും നല്ലോണം വർദ്ധിപ്പിക്കുക. എത്ര കഴിയുന്നുവോ അത്ര ദിക്റുകൾ കാവലാണ്, ഖുർആൻ കാവലാണ്, ദിക്ർ കാവലാണ്. സുബഹി അടക്കമുള്ള നിസ്കാരങ്ങൾ ഓരോന്നും കൃത്യമായി നിർവഹിക്കുക. നാളെ മശ്ശറയിലേക്ക് എത്തുമ്പോൾ നമ്മെ ചോദ്യം ചെയ്യപ്പെടുമ്പോ നരകത്തിന്റെ 7 ഗേറ്റ് പാസ്സാകുന്ന, കടമ്പകൾ പാസ്സാകുന്ന വിഷയം ചുരുക്കിയിട്ട് പറയുമ്പോൾ നിർത്താൻ സമയമാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കൃത്യമായിട്ടുള്ള നിസ്കാരം. ഇസ്മിന്റെ ഉസ്താദില്ല, സുബൈക്ക് എണിച്ചിട്ട് നിസ്കരിച്ച പാട് കൊണ്ടുപോയിട്ട് യാവ് കത്തിക്കണോ? സുബൈക്ക് എണിച്ച പാട് കൊണ്ടുപോയിട്ട് വെള്ളത്തിലേക്ക് കളക്കണമെന്നില്ല. പിറ്റേ ദിവസം ഉസ്താദിന്റെ വന്നപ്പോൾ ചോദിച്ചാൽ എങ്ങനെ അളക്കിയില്ലാന്ന്. അളക്കി ഉസ്താദ് എത്ര മണിക്ക് അളക്കിയൊക്കെ? 10 മണിക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് സുബൈക്ക് എണിച്ചപാട് കൊണ്ടുപോയിട്ട് വെള്ളത്തിലേക്ക് കളക്കണം. അപ്പോൾ എണിച്ചപ്പോൾ 9:45 എണിച്ചിട്ട് അപ്പളെ കൊണ്ട് തണ്ണിക്കാൻ നേരത്തെ ഉസ്താദ് 9:45 പിന്നെ അങ്ങനത്തെ അവസ്ഥയായി പോയി. അങ്ങനെ ആവരുത്. എന്ത് ഫലിക്കണമെങ്കിലും എന്ത് വേണം? നിസ്കാരം കൂടെ ഉണ്ടാകണം. പിന്നെ കൂടുതൽ പേടിക്കാനും പാടില്ല. എല്ലാത്തിനും പേടിക്കലല്ല. നിങ്ങളൊക്കെ കേട്ടില്ലാന്നറിയില്ല. ഇപ്പൊ എന്നോട് ഉസ്താദ് എപ്പോഴും ലൈവ് കാണുന്നത്. അപ്പോൾ ഈ പാട്ടുകാർക്ക് പാടിയാൽ തന്നെ പാടാം, പ്രശ്നമില്ല. ചന്തത്തിൽ പാടിയും കഴിയും പാട്ടുകാർക്ക് പ്രശ്നമില്ല. ഈ വയലിൻ്റെ ആൾക്ക് ചെല്ലി തന്നെ ചെല്ലാനാന്നില്ല. ലൈവിലുള്ളതിനും എന്തെങ്കിലും ചെല്ലാനും വന്നില്ല. ഒറ്റൊന്ന് കട്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് അത് ഇത് വൈരുദ്ധ്യം ഉണ്ട്. ഏടെങ്കിലും പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെല്ലെങ്കിൽ അപ്പം അതിൻ്റെ പീസ് അകിരിട്ടിട്ടായി പെണ്ണുങ്ങളെല്ലാ കണിയും കയ്യോടെ പിടിച്ച ഉസ്താദ്. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചാനലും ഇല്ല. ഇത് ഓരോരുത്തർ ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റെല്ലാം ഓതി വയലിനെ പോയല്ല. എനിക്കും എൻ്റെ പേർക്കാർക്ക് പറ്റും അല്ലേ? അത് ഓരോരുത്തർക്ക് സുഖമാണ്. അല്ലേ? ഓരോരുത്തൻ്റെ എല്ലാവരും സുഖം ഒരുപോലല്ല. ഒരുത്തരോട് കേട്ട് നിങ്ങൾക്ക് ഏറ്റവും സുഖം എന്ത്? ഓൻ പറഞ്ഞ് കുളിച്ചിട്ട് വന്നപാട് ആ ചെവിക്ക് ഇത് ബഡ്സിട്ട് തിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതിൻ്റെ അത്ര സുഖം ഏതുമില്ല. ഓരോരുത്തൻ്റെ സുഖം അങ്ങനെയാണ്. എല്ലാവർക്കും ഒരേ സുഖമല്ല. നമുക്കല്ല, സർവ്വസാമാന്യ മനുഷ്യന്മാർക്കല്ല സുഖം. വേറൊരാളെ പറഞ്ഞ് കളിയാക്കിയിട്ട് ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, നമ്മൾ അപ്പുറത്തെ പരക്കാരുടെ നാട്ടുകാർ പറയുമ്പോൾ കിട്ടുന്നൊരു സുഖം, ഇതെല്ലാം നല്ല സുഖമല്ല.
ചെവിക്കിട്ട് തിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം നല്ല സുഖമല്ല, അത് എത്ര വേണം അങ്ങ് തിരിച്ചോളി. ചെവിന്റെ പൂ പോയാൽ മാത്രം പിന്നെ ഫുള്ള് സുഖം. ആര് പറഞ്ഞും കേൾക്കാനാ ഇട്ടിട്ട് തിരിക്കുമ്പോൾ ഒരു മീഡിയം ഇട്ട് തിരിച്ചങ്ങ് മതി. ചില ആൾ ചെയ്യുന്നതിന് ചെന്നിട്ടില്ല, കിട്ടിയാലും ഇട്ടിട്ട് പെന്നെല്ലാം ഇട്ടിട്ട് ഷാളിൽ ചുറ്റിച്ചിട്ടിട്ട് ചൊറിയെല്ലാം വന്നെങ്കിൽ ചൊറിന്റെ മരുന്ന് വാങ്ങാം. ഇടയ്ക്കൊരാളായിട്ട് കണ്ണ് പടപട പിടക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞു അലർജി വിറ്റുണ്ടാവും. അങ്ങനെ കരയാനുണ്ടെന്ന് എല്ലാവരും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോഴെ കരഞ്ഞ കാര്യം നാളെ തന്നെ പിടക്കല കരയാനുണ്ടെങ്കിൽ കരഞ്ഞ് തീർത്താൽ മതി എന്നുള്ളതാണ്. നമ്മൾ പഴയ വിശ്വാസത്തിൽ കുറെ ശരിയായതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. അള്ളാഹു നന്മകൾ പഠിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവന്റെ ദുഃഖം സന്തോഷമായ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. ഏതുമാകട്ടെ സ്വഹാബികളിൽ നിന്ന് താബീങ്ങളിൽ നിന്ന് സ്വാലിഹീങ്ങൾ ഉദ്ധരിക്കുന്ന ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു നീണ്ടമായ വിശദമായ ഒരു വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. നരകത്തിന്റെ 7 കവാടങ്ങൾ പാസ്സായി പോകാൻ ഒന്നാമത്തെ കവാടത്തിലെത്തുമ്പോ അവിടെ കൂടിയവർ ചോദിക്കുന്നത് ഫയുഹാസബൂന അലസ്വലാ. ആദ്യം നരകത്തിന്റെ എല്ലാ വാതിലുകളും രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ ഒന്നാമതായി ചോദിക്കുന്നത് നിസ്കാരം ബന്ധപ്പെട്ട വിഷയമാണ്. നിസ്കാരമില്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കല്യാണമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെയാണ്. കല്യാണത്തിന്റെ അന്ന് നിസ്കരിക്കണമെന്ന് പറയുമ്പോ ശരിയ തൊട്ട് മക്കൾ ചോദിച്ചല്ല ഉസ്താദെ അന്ന് നിസ്കരിച്ചെങ്കിൽ പിന്നെ മേക്കപ്പ് എല്ലാം പോലെ ഈ മേക്കപ്പിലല്ലേ ഉള്ളത് സർവ്വസാമാന്യം. ഏതുവാകട്ടെ നിസ്കാരം കളാക്കരുത്. നിസ്കാരം ക്ലിയറാണോ, നിസ്കാരത്തിന്റെ വഴികൾ ശരിയാണോ, നിസ്കാരം വൃത്തിയാണോ, അത് കൃത്യസമയത്തിനാണോ, അത് റബ്ബിന് വേണ്ടിയാണോ, ആ ഗേറ്റ് വിട്ട് കടന്നു രക്ഷപ്പെട്ടു. ഒന്നാമത്തത് രക്ഷപ്പെടാൻ നിസ്കാരം കൃത്യമാകണം. സിയാറത്ത് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, ദിക്ർ ചൊല്ലിയത് കൊണ്ട് മാത്രമായില്ല, നേർച്ച കഴിച്ചത് കൊണ്ട് മാത്രമായില്ല, നിസ്കാരം കൃത്യമാക്കണം. നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള സൂഫിയില്ല, നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള മസ്താനില്ല, നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള യാതൊരുവിധ തരീഖത്തോ ശരീഅത്തോ ഇല്ല. നിസ്കാരമാണ് വലുത്. നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു മഹാനും ഇവിടെ ദീൻ കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യഖീൻ കിട്ടോളം നിസ്കരിച്ചാൽ മതി എന്നർത്ഥം പറഞ്ഞു. മരണമാണ്. പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അല്ലുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഉറപ്പ് കിട്ടി, ഇനി നിസ്കരിക്കണ്ടാൻ. ഉറപ്പ് വരണമെങ്കിൽ മരണമാണ്, നീ ഖബറിലേക്ക് എത്തണം. എത്താതെ നിനക്ക് ഉറപ്പില്ല. ഉറപ്പായ മരണം എത്തുന്നത് വരെ നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം, നിസ്കരിക്കണം. നിസ്കാരം കളയരുത്, നിസ്കാരം ഒഴിവാക്കരുത്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലയോ എന്ന് പറയുന്ന നരകമുണ്ട്. ഏതാണെന്നറിയോ? മറ്റുള്ള നരകങ്ങൾ പോലും അല്ലാഹുവോട് കാവൽ ചോദിക്കുന്ന നരകമാണ് ഗയ്യ്. ആ ഗയ്യ് ആർക്കുള്ളതാ? ഉറൂസാണെങ്കിലും നിസ്കരിക്കണം, മീലാദാണെങ്കിലും നിസ്കരിക്കണം, വീട്ടിലെ കാര്യപരിപാടിയാണെങ്കിലും നിസ്കരിക്കണം. കൃത്യമായി നിസ്കരിക്കുന്നവനാരോ അവൻ രക്ഷപ്പെടുകയാണ്. അവൻ നരകത്തിന്റെ കടമ്പകൾ കടന്ന് അവൻ രക്ഷയിലേക്ക് നീങ്ങുകയാണ്. ആദ്യം ചോദിക്കുന്നത് നിസ്കാരമാണ്. നമ്മൾ മാത്രം നിസ്കരിച്ചാൽ പോരാ, മക്കളും നിസ്കരിക്കണം, കുടുംബങ്ങളും നിസ്കരിക്കണം, എല്ലാവരെ കൊണ്ടും നിസ്കരിപ്പിക്കുന്നവരാകണം. നിസ്കാരം വളരെ ശ്രദ്ധയോടെ, വളരെ ജാഗ്രതയോടെ, വളരെ സൂക്ഷ്മതയോടുകൂടെ ആകണം. സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ വസ്വാസ് അർത്ഥമല്ല. ചില ആളെല്ലാം ഈയാക്ക 10 കുറിയുണ്ട് ഓരോരുത്തന്റെ ഫാത്തിഹയിൽ. ഈയാക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പുറത്തവൻ പേടിച്ചിട്ട് ഭയന്ന് പറഞ്ഞു. ഓരോരുത്തന്റെ കയ്യിലെല്ലാം തലയില ആട്ടിയിട്ട് കുളിച്ചിട്ട് കണ്ണെല്ലാം ബെൽതാക്കിയിട്ട് അല്ലെ 10 കുറിയല്ല തലാട്ട ഇങ്ങനെ നിസ്കാരം ഉണ്ടാവില്ല. അങ്ങനെയല്ല, സൂക്ഷ്മത ജാഗ്രത എല്ലാം വേണം. നീയത്തെല്ലാം വെക്കുമ്പോൾ ഓരോരുത്തന്റെ അവസ്ഥയിലെ കണ്ണും കാമുകളും ബെൽതാക്കിയിട്ട് അള്ളാഹു താല നമ്മളെ വേറെ ആർക്കും നിസ്കരിക്കുന്ന പോലെ ഓ മാത്രം അള്ളാഹ് നിസ്കരിക്കുന്ന പോലെയാണ് ഓരോരുത്തന്റെ കളി. വസ്വാസ് നല്ലതല്ല, സൂക്ഷ്മത നല്ലതാണ്, ജാഗ്രത നല്ലതാണ്. അത് കുളിയിലാവട്ടെ, ഉളൂയിലാവട്ടെ, നിസ്കാരത്തിലാവട്ടെ, സൂക്ഷ്മത നല്ലതാണ്. സൂക്ഷ്മത എന്ന് പറഞ്ഞെങ്കിൽ 10 പ്രാവശ്യം അത്തഹിയാത്തു എന്ന് പറയൽ സൂക്ഷ്മതയല്ല, വസ്വാസാണ്. ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ള വസ്വാസുകളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. സൂറത്തുകൾ ധാരാളം പാരായണം ചെയ്യണം. ആകാശത്തിലേക്ക് ഒരുപാട് നേരം നോക്കുന്നത് ആദത്താക്കണം. എന്നാൽ നമുക്ക് വസ്വാസുകൾ വിട്ടുകിടക്കാൻ നല്ലതാണ്. നല്ല പന്തലിട്ടുണ്ട്, അല്ലാഹു ബർക്കത്താക്കട്ടെ. ഇപ്പൊ പോയത്തല്ല ഓപ്പൺ സ്റ്റേജ്, മഞ്ഞ്, മൈക്കെല്ലാം, സൗണ്ടിന്റെ അഡ്രസ് ഇല്ല. ഞാൻ കേട്ടപ്പോൾ ചൊല്ലി ഉസ്താദ് അതെല്ലാം ഓൾഡ് ഫാഷൻ. ഏത് ഇതൊക്കെ പന്തലിട്ടതെല്ലാം ഓൾഡ് ഫാഷൻ. ഓപ്പൺ സ്റ്റേജ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ട്രെൻഡിൽ എല്ലാം പോയി അല്ലേ? എന്തെല്ലാം ട്രെൻഡ് പാട്ട് അല്ലേ? ഒരു ജാതി തുടങ്ങി അപ്പുറത്തും ഇപ്പുറത്തും ഫ്രൂട്ട്സും മാങ്ങയും ഇതെല്ലാം കൊടുത്തിട്ട് ബാൻഡെല്ലാം മുറിച്ചിട്ടിട്ട് ഈലേക്കെല്ലാം പീസാക്കി ഇട്ടിട്ട് ഈലേക്ക് അല്ലേ 10 പാട്ടെല്ലാം ഇട്ടിട്ട് റെഡിയാക്കി അല്ലേ? ഇത് തിന്നിട്ട് ഇങ്ങനെ ഇതിന്റെ വീഡിയോ, ഇതിന്റെ സ്റ്റാറ്റസ്, ഇതിന്റെ ഫോട്ടോ എല്ലാം ഇട്ടിട്ട് അല്ലേ ട്രെൻഡിങ്. 10 നമ്മനാടെ ചോദിക്കും പറഞ്ഞിട്ട് അറിയാല. ഇപ്പൊ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്കെല്ലാം എത്തിപ്പോ 10 പാട്ട് ഇത് ഇട്ടിട്ട് തിന്നിട്ട് ഓരോരുത്തര് ലൂസ് മോഷൻ, ഓരോരുത്തര് വയറ് ചൂട്, ഓരോരുത്തര് ഒരു മൂത്രം, ഓരോരുത്തര് ഒരു ബുദ്ധിമുട്ട്.
തിന്നണ്ടാന്ന് നല്ലൊരു ലിമിറ്റ് വെച്ച് തിന്നോളി. ഈ തിന്നുന്നതിനൊക്കെ വലിച്ച് വീഡിയോ ആക്കി കുടുംബത്തിൽ ആണും പെണ്ണും ഒക്കെ കലർന്ന് സന്തോഷത്തിൽ വായന്റെ ഇട്ട് തിന്ന് എല്ലാം തിന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഉഷാറും ഇല്ല. പിന്നെ ആ സമയത്ത് ആ കത്തുപാട്ടിനിടയിൽ ഓരോരുത്തരൊക്കെ ജോയിന്റ് ആയിട്ട് പോയിട്ട് ഓരോരുത്തർ പെഞ്ഞായി മക്കൾ ഇല്ലാത്ത അവസ്ഥയിൽ എത്തുന്നു. ഒറ്റ കത്തുപാട്ടുമ്പോൾ ജാഗ്രത ആയിക്കോളെ അല്ലെ. അതിതെല്ലാം തിന്നിട്ട് കണക്കിനെ കാട്ടി ആരോഗ്യം കെടുത്തുന്ന കാര്യങ്ങളൊന്നും ഭക്ഷണത്തിൽ കഴിക്കരുത്. ഒരുമിച്ചിരുന്ന് തിന്നണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച സംസ്കാരമാണ്. ഒരുമിച്ച് കുടുംബം, ഭാര്യ, ഭർത്താവ്, ഉമ്മ, ഉപ്പ, മക്കള് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കൽ ഖൈറാൻ, ബറക്കത്താണ്, കാവലാണ്. ട്രെൻഡ് എന്ത് വന്നാലും നമ്മൾ ചെയ്യും. വീട്ടിലെപ്പോഴും ഉമ്മാന്റെ കൂടെ ഉപ്പാന്റെ കൂടെ കുടുംബത്തിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത നമ്മള് കത്തുപാട്ട് ട്രെൻഡായി വന്നപ്പോ ഒരുമിച്ചിരുന്ന് നാട്ടിലും ഗൾഫിലും അവിടെയും ഇവിടെയും റൂമിലും വീഡിയോസുകളായി, ഫോട്ടോസുകളായി, ആനന്ദങ്ങളായി, സന്തോഷങ്ങളായി എന്തൊക്കെ ട്രെൻഡ് വന്നാലും ഏറ്റെടുക്കുന്ന ഈ സമുദായം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സംസ്കാരങ്ങൾ, ശൈലികൾ അത് നമുക്ക് ട്രെൻഡല്ല. നമുക്ക് ആധുനികമായ പാശ്ചാത്യരുടേതും അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന തിന്മകളും ഇതൊക്കെ നമുക്ക് ട്രെൻഡായി. വല്ല സോഷ്യൽ മീഡിയ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ഒരാണിനെ ടച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. തൊടുന്നു എങ്ങനെയെങ്കിലും അവളൊന്ന് ടച്ച് ചെയ്ത് ഈ മനുഷ്യന്റെ ഇസ്സത്ത് കെടുത്തുമാർ ആ മനുഷ്യൻ സുസൈഡ് ചെയ്തു പോയില്ലേ. ഒരു സഹോദരന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ കാരണമായവൾ ആരാണെങ്കിലും ശരി, ദുനിയാവൊന്നും അവൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു, ആഖിറത്തൊന്നും അനുഭവിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അവൾക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി, അവൾ ആളാകാൻ വേണ്ടി, അവൾ വലിയ ഫേമസ് ആകാൻ വേണ്ടി എന്തുദ്ദേശമായിക്കോട്ടെ, പണം കിട്ടിയെന്ന് വന്നേക്കാം, ഫേമസ് ആയി എന്ന് വന്നേക്കാം, അതിന്റെ യാതനകളും വേദനകളും അനുഭവിക്കാതെ ഇവിടെ നിന്ന് മരിച്ചു പോകാനില്ല. ഒരാളുടെയും സങ്കടത്തിന് കാരണമാവരുത്, കണ്ണീരിന് കാരണമാവരുത്, മരണത്തിന് കാരണമാവരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുക്കാത്ത കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ. ആളുകൾക്ക് അതൊക്കെ ഒരു കേസ് കൊടുത്താൽ എനിക്ക് പ്രശ്നമല്ല എന്നാണ് ആ പെണ്ണ് പറയുന്നത്. ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇനി സുസൈഡ് ചെയ്യുന്നത് ഒരു ട്രെൻഡായി പോയി. ചെറിയ വിഷയത്തിലല്ലോ സുസൈഡ് ചെയ്യാം. കല്യാണം മുടങ്ങിയ സുസൈഡ് ചെയ്യുക, കടമായ സുസൈഡ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത് സൂസൈഡ് ചെയ്തു. ഓൻ്റെ കട എത്രയെന്ന് വെച്ചു? 15 ലക്ഷം റുപ്യാണ്. ഞാൻ പറയും 15 ലക്ഷം റുപ്യല്ല കടകളിൽ സൂസൈഡ് ചെയ്യണം. ഇവിടെ 15 കോടി 40 കോടിയെല്ലാം കൊടുക്കാനുള്ളവർ BMW കാറിൽ വെൽസിക്കൊണ്ടുള്ള കാലത്ത് അല്ല കൊടുക്കുന്ന ട്രേഡിങ്ങും മണ്ടും വസ്തു നല്ല പറഞ്ഞ ആൾക്കാർ നല്ല പൈസ വാങ്ങിയിട്ട് കൊടുക്കൂല. വാലറ്റ് ഉണ്ട് തന്നെ കൊടുക്കാതെ അവർക്കൊരു പ്രശ്നമല്ല. കടത്തിന് വേണ്ടി സുസൈഡ് ചെയ്തു പോയാ ഖബറിൽ ശിക്ഷയാണ്, മഹ്ശറിൽ ശിക്ഷയാണ്. പെണ്ണിന് വേണ്ടി ജീവനൊടുക്കിയാൽ, പുതിയ ഒരു ചിക്കനെ കിട്ടാത്തതിന്റെ പേരിൽ ജീവനൊടുക്കിയ അല്ലാഹു അവരെ ശിക്ഷിക്കുകയാണ്. തീരാൻ പോകുന്നില്ല. ഖബറിലും ശിക്ഷയാണ്, മഹ്ശറിലും ഇടങ്ങേറാണ്, നരകത്തിലും ശിക്ഷയാണ്. സുസൈഡ് ചിന്തിക്കുക പോലും ചെയ്യരുത്. തമാശക്ക് പോലും സുസൈഡ് ആക്കാണ്ടാവൂടൂ ഇല്ല. ചിന്തിക്കണ്ട, നീ സുസൈഡ് ആക്കാനല്ല അല്ലാഹു നിനക്ക് ശരീരം തന്നത്. എത്രയോ ആളുകൾക്ക് കൈയില്ല, കാലില്ല, കണ്ണില്ല. എത്രയോ ആളുകൾക്ക് തിന്നാൻ ഭക്ഷണമില്ല, സംസാരശേഷിയില്ല. നിങ്ങൾക്ക് അല്ലാഹു തന്നതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ലേ? റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് എന്തൊക്കെ നിയമത്തുകളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ട് എന്തിനാണ് നിങ്ങൾ സുസൈഡ് ചെയ്യുന്നത്? ആണുങ്ങളെ, പെണ്ണുങ്ങളെ, മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ബിസിനസ് പൊട്ടിയാ പുതിയൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാം. പെണ്ണ് കിട്ടാതെ പോയാ മറ്റൊരു പെണ്ണിനെ തേടിയെടുക്കാം. ചെറുക്കനെ കിട്ടാതെ പോയാ മറ്റൊരു ചെറുക്കനെ നമുക്ക് പരിധിയെടുക്കാം. പ്രേമം പൊളിഞ്ഞ സാരല്ല, കടമായോ സാരല്ല, ഇസ്സത്ത് പോയോ സാരല്ല. നാണം കെടുത്തിയവരുടെ മുന്നിൽ ഇസ്സത്തോടെ ജീവിച്ച് കാട്ടാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ജീവൻ തന്നത്. ആ ജീവൻ ഒടുക്കാ. നമ്മൾ സ്വന്തമായിട്ട് ജീവൻ ഒടുക്കാ അല്ലാഹു സമ്മതിച്ചിട്ടില്ല, റബ്ബിന് സമ്മതമല്ല. ജീവനൊടുക്കിയവർ ഖബറിലെത്തിയാൽ ധാരാളം ശിക്ഷകളാണ്. അവരെ നാളെ ചുട്ടുകൊള്ളുന്ന നരകത്തിൽ അവരെ കൊണ്ട് അതുപോലെ അവരെ ശിക്ഷിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കൃത്യമായി നിസ്കാരം കൊണ്ട് നടക്കുക. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. രണ്ടാമത്തെ കടമ്പ ഏതാണെന്നറിയോ? നരകത്തിലെ രണ്ടാമത്തെ വാതിൽ. ആ വാതിലെടുത്ത് നമ്മൾ രക്ഷപ്പെടണോ? ഫയുഹാസബൂന അലൽ അമാന. അമാനത്ത് അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുകയാണ്. അമാനത്ത് അതൊരു വാക്കാണെങ്കിലും ശരി, ഒരു പണമാണെങ്കിലും ശരി, എല്ലാം അമാനത്തിൽ മഹാന്മാര് വിശദീകരിക്കുന്നു. അമാനത്ത് ഏതൊക്കെ? അമാനത്തുൽ ഖാലിഖി വ അമാനത്തുൽ ഖൽഖ്. അല്ലാഹുവിനോടുള്ള അമാനത്തുകൾ അത് മഹാന്മാരെണ്ണുകയാണ്. നോമ്പ് അമാനത്താണ്. അത് കൃത്യമായി വീട്ടണം. നോമ്പിൽ നമ്മൾ നോമ്പ് കള്ളന്മാരാവരുത്. വ്യക്തം പറഞ്ഞു ഉസ്താദെ.
നോമ്പ് ഇന്ന് ഭയങ്കര ക്ഷീണം, ഇന്നലെ അത്ര ക്ഷീണം ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ എന്തെല്ലോ പറഞ്ഞു. ബാലക്കാരോട് കേട്ടോക്കുമ്പോൾ അയാൾ നോമ്പേ നോക്കലില്ല. എനിക്ക് ഇന്നലെ ക്ഷീണമില്ല, ഇന്നുമില്ല. അപ്പൊ പറയുമ്പോൾ ചിലപ്പോൾ ഇടക്കിടക്ക് ക്ഷീണം ഉണ്ടെന്നില്ലെങ്കിൽ ആൾക്കാർ ധരിക്കുന്ന നോമ്പ് നോക്കുന്ന ആള് അങ്ങനെയാ വരുത്. നോമ്പ് അത് കാണുന്ന റബ്ബുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. നോമ്പ് കള്ളന്മാർ നമ്മളായി പോകരുത് അല്ലേ. ഓരോരുത്തർ ഔന്നിട്ട് വീട് കൗന്നിന് പിന്നെ നോക്കുന്ന CC ഉണ്ടാകും അല്ലേ. വീട് കൗന്നിട്ട് ഒക്കെ കുറച്ച് കുളുക്ക പോയെങ്കിൽ അതിൻ്റെ ചെറിയ സമാധാനം അല്ലേ. വായി മുക്കളിക്കുമ്പോൾ അങ്ങനെ കുറേ തുപ്പ് തന്നെ കാണുന്നില്ല. CC ക്യാമറ ഉണ്ടെങ്കിൽ CC ക്യാമറയുടെ അത്രയും പഠിച്ചവനെ പേടിയില്ലാത്ത കാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മളെന്ത് വേണം? നോമ്പ് കള്ളന്മാരാവരുത്. സ്ത്രീകളുടെ ഇടയിലൊക്കെ ഒരു വിഷയമുണ്ട് അല്ലേ. പിന്നെ മുട്ടുകൊട്ടൊക്കെ മതി പെണ്ണുങ്ങൾ. ആരോ വയതിൽ പറഞ്ഞു കേട്ട് നോമ്പ് കണ്ണില്ലാതെ മുന്നോട്ടൊക്കെ പോയാൽ മുത്തും കൊടുക്കണം, നോമ്പും നോക്കണം. ഉമ്മമാരെ, ഒരു മുത്തുകൊണ്ടും നമ്മുടെ നോമ്പ് തീരാൻ പോകുന്നില്ല. ചെറിയ കാരണം പറഞ്ഞ് അരി കൊടുത്തിട്ട് തീർക്കാന്നുള്ള ആ രൂപത്തിലാകരുത്. അമാനത്താണ്. അല്ലാഹുവിന് വേണ്ടി നമ്മൾ നോമ്പ് കൊടുക്കണം, നിസ്കാരം നിർവഹിക്കണം, കുളി വൃത്തിയാക്കണം. കുളി ശരിയാകാത്ത രൂപത്തിൽ ജനാബത്ത് കുളിക്കുമ്പോ, ഹൈദ് കുളിക്കുമ്പോ, നിഫാസ് കുളിക്കുമ്പോ, ചില നാട്ടിലെല്ലാം കേരളത്തിൽ ഇപ്പൊ അങ്ങനെയുണ്ട്. 90 കണ്ടിട്ട് മറ്റേ കുളിച്ചിട്ടടിക്കുന്നല്ല പെറ്റിട്ടടിക്കുന്ന 60, 90 ആഘോഷം. നമ്മുടെ നാട്ടിലുണ്ട് 40 ആഘോഷം. നിങ്ങൾ വേണ്ടപ്പോ ചെയ്തോ. നിങ്ങൾക്ക് കുളിക്കേണ്ട സമയത്ത് കുളിച്ചിട്ടുള്ള നിസ്കാരങ്ങൾ വൃത്തിയാക്കാതെ പോയാൽ, അത് തീർക്കാതെ പോയാ റബ്ബിന്റെ അമാനത്തിൽ നിങ്ങൾ പാകപ്പിഴവുകൾ വരുത്തിയവരാണ്. പിന്നെയോ ഉളൂയിലുള്ള അമാനത്ത് കൃത്യമായി ഉളൂ കൊടുക്കുക. ചില നാട്ടിലുണ്ട് ഔന്നിന്റെ അടുത്ത് വിഷയം പറഞ്ഞുകൊണ്ട് ഉളൂ കൊടുക്കുന്ന പോലെ ഇതിന്റെ ആയനെ അറിയാല. ഉളൂ കൊടുക്കുമ്പോ പഞ്ചാധികയാക്കിയ സംസാരിച്ച നിസ്കാരത്തിന്റെ ഇഖ്ലാസ് കുറയുന്നതാണ്. ഉളൂ കൃത്യമാക്കിയ ഒറ്റ നിസ്കാരത്തിൽ ആവേശം ഉണ്ടാകും. അർജന്റ് ജുമാക്ക് വന്നിട്ട് പോയ ബാലക്കാരോട് കിട്ടിയാന്ന് കേട്ടപ്പോൾ പറഞ്ഞു കിട്ടി. അപ്പൊ നിങ്ങൾ ഉളോട്ടിനെങ്കിൽ ഞങ്ങൾക്ക് ജുമാ കിട്ടില്ല, ഇനി ഉളോടുക്കാത്തതിനോട് കിട്ടിയെന്ന്. അർജന്റ് പാഞ്ഞുകൊണ്ട് വന്നിട്ട് വേഗം കൈ കെട്ടിയതുകൊണ്ട് ജുമാ കിട്ടി. ഉളോട്ടിന് ജുമ ഇല്ല. അങ്ങനത്തെ ജുമാന്റെ കാലമാണ്, അങ്ങനത്തെ നിസ്കാരമാണ്. അവരിത് കൃത്യമായി ഉളോടുക്കുമ്പോ ജാഗ്രത പുലർത്തുക, വെള്ളം അനാവശ്യം ചെലവഴിക്കാതിരിക്കുക, കൃത്യമായി തേച്ച് കഴുകുക. ചിലർക്കുണ്ട് പള്ളിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ ചുണ്ടിന്റെ ഇടയിൽ വെച്ചറിയുന്നത്. എവിടെ ഔദിന്റെ അടുത്ത് വന്നിട്ട് ചിലർക്ക് അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ ചില ജുമാക്ക് വന്നല്ല മനുഷ്യന്മാരുണ്ട് കബറിന്റെ അടുത്ത് പുകയിളക്കുന്ന കബറിലേക്ക് ഊത്തുന്നത്. എങ്ങനെ ഞങ്ങൾ കത്തിട്ട് തീ പിടിക്കട്ടുള്ളൂ, വീടി വലിച്ചിട്ട് ഊത്തുന്ന പള്ളിന്റെ അടുത്ത് വന്ന്. അങ്ങനെ ആവരുത്. കൃത്യമായി വന്നവർ നേരത്തെ പള്ളിയിൽ വന്ന് ഉളൂ കൊടുത്ത് ഉളൂവിന്റെ ശേഷമുള്ള ദുആ ഇല്ലേ, ആ ദുആക്ക് ഉത്തരമുണ്ട്. സമയമുള്ളവർ നിന്ന് ചൊല്ലുക, അല്ലാത്തവർ ചൊല്ലിക്കൊണ്ടേ പോവുക. ബാങ്കിന് ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്, നിസ്കാര ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട്, മഴ പെയ്യുന്ന നേരത്തുള്ള ദുആക്ക് ഉത്തരമുണ്ട്, ഇൽമിന്റെ മജ്ലിസിന്റെ ദുആക്ക് ഉത്തരമുണ്ട്, സ്വതക്ക കൊടുത്ത ദുആക്ക് ഉത്തരമുണ്ട്. അങ്ങനെ പല വേളകളും ദുആക്ക് ഉത്തരമുള്ള വേളകളുണ്ട്. ആ സമയങ്ങളെല്ലാം ദുആ ചെയ്യണം. അല്ലാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കട്ടെ. അല്ലാഹുവിനോടുള്ളതെല്ലാം കൊടുത്തു വിട്ടുക. നേർച്ചകളെല്ലാം റബ്ബുമായി ബന്ധപ്പെട്ട നേർച്ചകൾ. നേർച്ച നമുക്ക് സുഖായെങ്കിൽ ഹാജൂർ മക്കാമിലേക്ക് പോയി ആട് അരി സുഖായ, പിന്നെ ആടുമില്ല, കോയിന്റെ മുട്ടയില്ല അല്ലേ. പിന്നെ ഓർമ്മയില്ല. പിന്നീട് ഒരു പാമ്പിന്റെ കിനാവ് കണ്ണെങ്കിൽ ഉസ്താദ് പാമ്പിന്റെ അല്ല കിനാവ് കണ്ണി എന്ത് പ്രശ്നമുണ്ടാ. അപ്പൊ ആരെങ്കിലും ഒന്ന് നേർച്ച പറ്റി ബാക്കി നേർച്ച ഹാജൂർക്ക് വെച്ചതുകൊണ്ട് കൊടുത്തിട്ടില്ല, കൊടുക്കേല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഞാൻ ഒരാൾ വെച്ച് നേർച്ച നമുക്ക് ബാക്കിയുണ്ട് സത്യം നേർച്ചയാണ്. കിടാക്കായെങ്കിൽ അജ്മീർക്ക് പോയിട്ട് കിടാവിനെ വിളിച്ചോണ്ട് പോകുന്നത് നീയത്താക്കി. എന്താ ആയിന് സ്ഥലത്തേക്ക് പോയിട്ട് വരും അജ്മീർക്ക്. ഇപ്പൊ പോന്ന പോലെ ഇല്ല. ഞാൻ വെച്ചിട്ട് കിടാവിന് കഴിയുന്നില്ല. ഇല്ല സോ ഗൾഫിലുണ്ട്. കിടാവ് പോയിട്ട് ഗൾഫിലേക്ക് എത്തി. എന്താക്കിയിട്ടില്ല. കിടാവ് ആയെങ്കിൽ അജ്മീർക്ക് പോകുന്ന കിടാവിനെ എടുത്തോണ്ട് ഇപ്പൊ ഇതിനെ കൊണ്ടായെങ്കിൽ ശരിയാവും. കിടാവിന്റെ ഉപ്പായിട്ടായി ഓനെ കൊണ്ടുപോയിട്ട് എത്തുന്നുള്ളൂ അജ്മീർ അല്ലേ. അങ്ങനെയുള്ള കാജൂർക്ക മക്കാമിലൊക്കെ മഹാൻ നേർച്ച വെക്കുന്ന ആളെല്ലാം ഉണ്ട്. നേർച്ച വെക്കുന്ന ബറാബർ പെണ്ണുകാല പൊന്നല്ല നേർച്ച വെക്കുന്നത്. ജാഗ്രതാക്കി 1,08,000 രൂപ അന്തം കൊണ്ടില്ലാതെ പോയോണ്ട് പൊന്നിന്റെ വില. നേർച്ച ഒന്നാ വെക്കണ്ട, വെള്ളി വെക്കി നേർച്ച മഹറും. പാലക്കാരെല്ലാം എന്നിട്ട് കൈവച്ചിട്ട് ആലോചിക്കുന്നത് എന്താക്കുന്നത്. ഇതിന്റെ ഇടക്കൊറ്റ ഞെല്ലി പൊന്നിന്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് 1 ഗ്രാം കോപ്പിയാക്കാൻ 6,000 രൂപ നല്ല വെച്ച അവലാണ്. അർജന്റീന ഒരു ടെസ്റ്റ് ഒന്ന് കൊണ്ടുപോയല്ല നവീന പാലക്കാർ യൂസാക്കിയിരുന്നവാ മര്യാദ പോകും. നാളെ നടക്കിട്ട് പോകും. ഞാൻ എൻഗേജ്മെന്റ് ആയിട്ട് മംഗളത്തിൽ 4 കൊണ്ടങ്ങോട്ട് പോയി ഐഫോൺ വന്നിട്ടില്ല. എല്ലാം കോപ്പിയോ ഒറിജിനലോ എല്ലാം റെഡിയാക്കി വെച്ചോളി മംഗലാണോ എന്നുണ്ടെങ്കിൽ. ലണ്ടനിലേക്ക് പോയ ഫോട്ടോയിൽ എപ്പോഴും ഇൻസ്റ്റയിൽ സ്റ്റോറി ഉണ്ട്. ലണ്ടനിലുണ്ട്, ആടെ ഉണ്ട്, ഊരുണ്ട്. ഇവരൊക്കെ കേട്ട് ഓടക്കി നീ എപ്പോൾ പോയാൽ ഉസ്താദ് പിന്നെ ഇപ്പൊ മംഗല പൊതു നോക്കിക്കൊണ്ട് ഇപ്പോഴേ സെറ്റാക്കുന്നത് ലണ്ടനിൽ അല്ല. അങ്ങനെയല്ല പോയോണ്ട് നിനക്ക് പെണ്ണ് മക്കൊക്കെ സ്റ്റോറി ഇതെല്ലാം നോക്കിയിട്ട് പോയി മനിട്ടു ഇതഴി ചുറ്റുന്ന കാര്യമല്ല ഇഷ്ടമാണ് എന്നെ കൊണ്ടുപോകല്ലേ ഒത്തം കായില്ലേ. ഗലാട്ടായി പഞ്ചായത്തിലായി തലാക്കലേക്ക് എത്താൻ പോയിട്ട് അവനോട് കെട്ടി എന്ത് വിഷയം നോട് പറഞ്ഞു. മംഗലായിട്ട് ഊട്ടിക്കൊണ്ടുപോകാൻ ചെല്ലി, കാശ്മീരത്തെ കൊണ്ടുപോകാൻ ചെല്ലി, അവർക്കെല്ലാം കൊണ്ട് അങ്ങനെ ചൊല്ലി ഇങ്ങനെ ചൊല്ലി മംഗലായിട്ട് പഠിക്കായിരിക്കും കൊണ്ടുപോയിട്ടില്ല. ആ ഗലാട്ട് ഞാൻ എല്ലാവരോട് ചെല്ലിട്ടായി എന്നെല്ലാവരും എപ്പോൾ പോന്നെ മോൻ ചങ്ങി ഗടിപിടിയാക്കണ്ട. ഏതായാലും കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ ക്ഷീണമല്ല മാറട്ടു. കൊല്ല രണ്ടാ ഇന്നോളം ക്ഷീണം മാറി കൊണ്ടുവന്നില്ല. ലാസ്റ്റ് അവരോട് കേട്ടപ്പോൾ നീ ചെല്ലൊക്കാണ്. അപ്പോൾ ചെല്ലി ചെല്ലല്ലോ പുസ്തകം എൻ്റെ
ചെല്ലിട്ടാങ്കിൽ എന്റെ ചങ്ങായിക്ക് എൻഗേജ്മെന്റ് ആയിട്ട് കൊണ്ടാലാ അവൾ തപ്പിച്ചിരി ഇവള് തപ്പിക്കണ്ടാലും ഞാൻ ചെല്ലി എങ്ങനെ എങ്ങനെ ഉള്ള വെച്ച പോലെ മംഗല പിന്നെ നോക്കാന്ന് ചെല്ല് ഓള് കേട്ടോടൊക്കെല്ലാം കൊണ്ടുവന്നേ ചെല്ല് അതല്ല മോശം ഇല്ലാന്ന് ചെല്ല് ഇപ്പൊ ഇവനാണ് കയ്യിൽ പൈസ ഇല്ല കട്ടന്നെ പറയുന്നുണ്ട് ഇപ്പോൾ കൊണ്ടാന്ന് ഇങ്ങനത്തെ പരിസ്ഥിതി ഏതുവാകട്ടെ അല്ലാഹു ഏതീ ഖൈറ് നൽകണേ അല്ലാഹ്. എല്ലാ അമാനത്തുകളും പൂർണ്ണമായി വീട്ടുന്നവരാവുക. പിന്നെ അടിമകളുമായിട്ടുള്ള അമാനത്തുകൾ, അത് കടമാണെങ്കിലും ശരി, അത് വാക്കാണെങ്കിലും ശരി, അത് പണമാണെങ്കിലും ശരി, ചെറിയ വിഷയമാണെങ്കിൽ പോലും ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞാൽ കഴിവുണ്ടായിട്ട് ചെയ്യാതിരിക്കരുത്. ഞാനത് തരാന്ന് പറഞ്ഞാൽ പിന്നെ തരാതിരിക്കരുത്. ചില ആളുകൾ പറയും മംഗലടുത്തേക്ക് എത്തുമെന്ന് ഓർമ്മയാക്കി ഇൻഷാ അല്ലാഹ് ആസ വെച്ചിട്ടുള്ള മംഗലടുത്ത് വരുമ്പോൾ ഒരു ഫോണൊന്നും തരാതിരിക്കല്ല. ഏതെല്ലാം ആയിട്ട് നോമ്പിൽ പോയിട്ട് മോചം നീ ഇപ്പോഴാണ് വരുന്നത് എല്ലാം കൊടുത്തിട്ട് ഇന്നലെയൊക്കെ കണക്കല്ല തീർത്തിട്ടായി. ഇന്നലെ വന്ന് ഞങ്ങൾക്ക് സുബൈക്ക് വന്നിട്ട് കിട്ടിയത് എന്ത് കിട്ടിയോ കൊടുക്കാനാ? അല്ല, ആളുകളെ ആഗ്രഹിപ്പിക്കുകയാണ്. പറഞ്ഞ വാക്ക് അമാനത്തായി ബാക്കിയാകുന്നു. കടം വാങ്ങിയത് കൊടുക്കാതിട്ടുണ്ടെങ്കിൽ അതവിടെ ബാക്കിയാണ്. പറഞ്ഞ വാക്ക് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അതും അമാനത്താണ്. അത് വീട്ടാത്ത ആളുകളില്ലേ നാളെ മശ്ശറയിലേക്ക് എത്തുമ്പോ കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവർ സ്വർണം ആർക്കും കട കേട്ടെങ്കിൽ പൊന്നെന്ത് കൊടുത്തിട്ടുണ്ടാവാ. ഞങ്ങൾക്ക് കലാട്ടെ പൊന്ന് കൊടുത്ത് റിട്ടേൺ വരുമ്പോൾ പാപ്പി ഓണക്രാമ വന്നിട്ട് നേരെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനത്തെ നടന്നുകൊണ്ടുണ്ട്. പക്ഷെ ജാഗ്രതയാക്കിക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമാനത്തുകൾ, കടം, ചെറിയ ചെറിയ കടം, വലിയ വലിയ പൈസക്കാരെല്ലാം ഉണ്ടാവും. ഡിക്ഷനോട് പറയും 50 രൂപ ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഫോൺ പേ ആക്കുന്നതാണ്. മോൻ പാപ്പ കാലത്തിന് 12 മണിക്ക് ഫസ്റ്റ് കിട്ടിയ ഫോൻ്റെ അത് ഫോൺ പേ. ഇനി വളക്കിയെങ്കിൽ ഓനെ ഒരളക്കാനുമല്ല ഫോൺ പേ ശുദ്ധിയില്ല അല്ലേ. ചില റിക്ഷക്കാരുകൾ ആണുങ്ങൾ പിന്നെയും തരുന്നു സ്ഥലം പെണ്ണുങ്ങൾ ചെന്ന ഫോൺ പേ ആയിട്ട് പോയാൽ ഫോൺ പേ എന്തുമില്ല. ഇപ്പൊ 2000 രൂപ വന്നിട്ട് അയക്കുന്നില്ല, മീനെ പാക്കുന്നത് അല്ലേ. പെണ്ണുങ്ങൾക്ക് വരുന്നില്ല 2000 രൂപ ഏതാണെങ്കിലും ആയിട്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കടമാണെങ്കിലും ശരി, മംഗലല്ല കഴിഞ്ഞു പോയിന്റ് ഓനും പന്തലിനോനും വെച്ച് കൊടുക്കാൻ പന്തലുകാരൻ ലാസ്റ്റ് ബാക്കിയാണ് പറഞ്ഞത്. പന്തലുകാർ പോയി കറിഞ്ഞ അരി സാമാനത്തിന് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പൈസ അവരത് കടമാക്കാം, കടം കൃത്യസമയത്തിനാക്കാം, പറഞ്ഞ വാക്ക് തെറ്റിക്കാരെ കൊടുക്കാം. അങ്ങനെയാണ് കടം പൂർണ്ണമായിട്ട് വീട്ടണം. ഈ വീട്ടാരെ മരിച്ചുപോയി, അക്കടപാട് ബാക്കിയായി, അമാനത്ത് ബാക്കിയായി, ഏത് ബാക്കിയാണെങ്കിലും അള്ളാഹു പറയുകയാണ് മശ്ശറയിലെത്തുമ്പോ നീ വീട്ടാരെ ബാക്കിയുള്ളതെല്ലാം ഇവിടെ നിന്ന് വീട്ടണം. അവൻ പറയാണ് യാ റബ്ബ്, അല്ലാഹുവേ ദുനിയാവ് കഴിഞ്ഞുപോയല്ലോ, ഞാൻ എങ്ങനെ വീട്ടാനാണ്, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്, ഞാൻ എങ്ങനെ അവന്റെ പണം കൊടുക്കാനാണ്, ഞാൻ അവന്റെ പൈസ എങ്ങനെ കൊടുക്കാനാണ്, ഞാൻ എങ്ങനെ അമാനത്ത് വീട്ടാൻ. റബ്ബ് തആല പറയുന്നു, ഇതാ കണ്ടോ നരകത്തിന്റെ അടിയില് നീ അമാനത്ത് ഇവിടെയുണ്ട്, അത് കൊണ്ടുവന്നിട്ട് ഇവന് നീ കൊടുക്കണം. കടം ബാക്കി വെച്ച് ഭരിക്കുന്നവരെ, പാലിക്കാത്ത വാക്കുകൾ ബാക്കിയുള്ളവരെ, പള്ളിയുടേത്, മദ്രസയുടേത്, മക്ബറകളുടേത്, നാടിൻ്റെത്, കുടുംബത്തിന്റെ സ്വത്ത്, നാട്ടുകാർക്ക് കൊടുക്കാനുള്ളത്, മറ്റെല്ലാം നീ നാളെ ബാക്കിയാക്കിയിട്ട് പോയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, നീ ഇറങ്ങിയിട്ട് നീ അമാനത്ത് കിട്ടണേ. അല്ലാഹു പറയുമ്പോ എവിടെ? റബ്ബ് തആല പറയാ, നീ പോയിക്കോ, നരകത്തിന്റെ അടിയിലുണ്ട്, നരകത്തിന്റെ അടിയിലുണ്ട്. ഭാര്യനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാ കൊണ്ടുപോകണം, ഉംറക്ക് പോകാന്ന് പറഞ്ഞാ പോകണം. ഉണ്ടാഞ്ഞിട്ട് നമ്മൾ ഇതിന് മുടക്കം കാണിക്കരുത്, ആ വാക്കുകൾ തിരസ്കരിക്കരുത്. ഏതുമാകട്ടെ, അവൻ നരകത്തിന്റെ അടിയിലേക്ക് പോകുകയാണ്. ചുട്ടുകൊള്ളുന്ന പതപതക്കുന്ന കറുകറുത്ത നരകമില്ലേ, 1000 കൊല്ലം കത്തിക്കപ്പെട്ടിട്ട് ചൂട് കളറ, ചൂടായി ചുവപ്പ് കളറായി. പിന്നെ 1000 കൊല്ലം പിന്നെയും ഊതി, തീ വെളുത്ത തീയായി. പിന്നെ 1000 കൊല്ലം നരകത്തിലേക്ക് ഊതപ്പെട്ടു. കറുകറുത്ത നരകമാണ്, ചുട്ടുകൊള്ളുന്ന നരകമാണ്. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവന്റെ അമാനത്ത് കൊണ്ടുവരാൻ നോക്കുമ്പോ ദുനിയാവിന്റെ പർവ്വതങ്ങളെ കാട്ടിയും വലുതാണത്. ഒരു കുന്നിന്റെ അത്രയല്ല. കുന്നലുണ്ടല്ലേ വലിയ കുന്ന്, പർവ്വത ഒരു കുട്ടയുടെ അത്രയല്ല, ഒരു പർവ്വതത്തിന്റെ അത്രയല്ല, ഒരുപാട് പർവ്വതങ്ങളുടെ അത്രയുമുണ്ട് അമാനത്ത്. ആ അമാനത്ത് കൊണ്ടുവരാൻ പറയപ്പെടുകയാണ്. ആ അമാനത്ത് കൊണ്ടുവരാൻ പറയപ്പെട്ടപ്പോ ആ അമാനത്തിന് വേണ്ടി അവൻ ഇറങ്ങുകയാണ് താഴോട്ട്. ദീർഘായുസ്സ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തങ്ങന്മാരെ ഉസ്താദന്മാരെല്ലാം ബഹുമാനിക്കണം. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനിക്കുന്നതിൽ ഒട്ടാസി ബഹുമാനിക്കുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തങ്ങളും നമ്മൾ തങ്ങല്ല, തങ്ങ പുര കുടിക്കെല്ലാം പോയാലും പുര കുടിക്കും. ചിലർക്ക് അങ്ങനെയുണ്ട്. മംഗലത്തിന് തങ്ങാണ്, പുര കുടിക്ക് തങ്ങാണ്, പുര കുടിക്കുന്നത് പിറ്റുന്ന പാട്ട് പാടാൻ തങ്ങ വേണ്ട. മംഗലത്തിന്റെ വരുന്ന പിന്നെ അറബിക്കണയിട്ടാക്കുമ്പോൾ തങ്ങ വേണ്ട, വേണ്ട. ഹറാമിനൊന്നും തങ്ങ വേണ്ട. തങ്ങ കുടിയാക്കുന്നു പിറ്റം തന്നെ സുബൈഖല്ല. ഇന്നലെ തങ്ങ അതുപോലെ സുബൈക്ക് വന്നിട്ട് തഹജ്ജുദിന്റെ നേരത്തെ വന്നിട്ട് ദുആ ചെയ്തിട്ടല്ല പോയി. മോശമില്ല, നല്ല ഖൈർ ബർക്കത്ത്. ഇപ്പൊ വിവാദമായിക്കൊണ്ട് ഉമ്മ കുടിയാക്കണ, തങ്ങ കുടിയാക്കണ, ഉസ്താദ് കുടിയാക്കണ, ഉപ്പ കുടിയാക്കണ.
അത് എന്നോടൊരാൾ കേട്ടി എന്താക്കണം, ഞാൻ പറഞ്ഞു ആര് കുടിയാക്കിയെങ്കോ ഉമ്മാനോ പര ഭർത്തിട്ടുണ്ട് അല്ലേ, കുടി ആരാക്കിയെങ്കോ ഉമ്മാനോ പന എന്താക്കിஇருந்தா ഒരേന്ന് ഭർത്താക്കിയിട്ടില്ല അങ്ങോട്ട് ഒന്നെന്താ ചാക്കണം എപ്പായാലും ഉമ്മാനെല്ലാം കുടിയാക്കുമ്പോൾ മോശമൊന്നുമില്ല. അപ്പുറത്തെ ഉപ്പായ ഒരു പടുക്കൂസ് ഒരു പാപത്തിന്റെ മനസ്സ് അവിടെ ഉണ്ട്. ആ മനസ്സിനെ കുറച്ച് ഓർമ്മിച്ചോന്നല്ല. ഉമ്മനടിക്കുമ്പോ ഉപ്പാന്റെ കണ്ണ് നിറയാതെ വെള്ളം വരും. ഓർക്കൊരാശ എന്നോട് ചെല്ലിറാഞ്ഞ് ഞാൻ കുട്ടി അടിച്ചിട്ടില്ല അങ്ങോട്ട് ഈ ഉപ്പാന്റെ നെഞ്ചത്തേക്ക് അടിച്ച പോലെ ആ ഉമ്മയെ ചെല്ലണ്ടി അച്ഛമ്മ ഇരിക്കട്ടെ നിന്റെ അബ്ബുണ്ട് അബ്ബട്ടെ ചൊല്ലു ഈ മക കൊസിയെ കൊസീമ ബന്ധു സീത ബന്ധു അടിച്ചിട്ട് ഒരേ വെക്കുമ്പോ ഉമ്മ വേണ്ട ഉമ്മ അടിച്ചോട്ട് പറയുന്ന നമ്മൾ വന്നേക്കാക്കണം. ചില അങ്ങനെ ഉമ്മാക്ക് പൈസ കൊടുക്കും, ഉപ്പാക്ക് പൈസ കൊടുക്കാം. ഉപ്പാക്ക് 10,000 കൊടുത്താൽ ഉമ്മാക്ക് 5,000 കൊടുത്താൽ മതി. കാരണം പള്ളിക്കും ദർഗാക്കും ആടെ ഇവിടെയും എല്ലാം പോകുന്ന ഉപ്പയാണ്, ഉപ്പാക്ക് കൊടുക്കണം. ഇതിപ്പോ ഉമ്മാന്റെ പേര് എല്ലാവരും ചോദിച്ചിട്ടുണ്ടല്ലോ, ഉപ്പാക്ക് വിലണില്ല. അപ്പോ വ്യവസായ ഉപ്പല ആർക്കും വേണ്ട. അതേതാകട്ടെ ഉമ്മ അടിച്ചാലും ഉപ്പടിച്ചാലും വിരോധമല്ല. തങ്ങളടിച്ചും ഉസ്താദ് അടിച്ചെങ്കോ ആരടിച്ചാലും വിരോധമല്ല. ഉമ്മല്ലാത്ത വീടോ ഉപ്പില്ലാത്ത വീടോ ആകരുത്. അള്ളാഹു നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരിച്ചുപോയ ഉമ്മക്ക് വാപ്പക്ക് അള്ളാഹു ഒത്തുകൊടുക്കട്ടെ. പരിപാടി പോയിട്ടാകുമ്പോൾ ഫസ്റ്റ് പോയി തങ്ങൾ കത്തിച്ച് ഗ്യാസ് കത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ അപ്പം ചെല്ലി ഓപ്പൺ ഇപ്പുറത്തെ നടുവിലുണ്ടല്ലോ വേറെ കിച്ചണ്, സൈഡ് അഗ്നിമൂലന്റെ കിച്ചണ് വേറെ ഉണ്ട്. ഇത് റൗണ്ടിൽ ഇപ്പുറത്തെ ഒരു ജാഗിൽ വേറെ റൗണ്ട് ആക്കിയിട്ട് അവിടെ കിച്ചണും അതിലും കത്തിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് തങ്ങളൊരു പരക്ക് ഞങ്ങൾക്കെല്ലാം വിറവിൻ്റെ അടുപ്പൊന്നാക്കി തങ്ങനെ ഉദ്ഘാടനം അതും കത്തിച്ച് തങ്ങ മൂന്നാമത്തായിട്ട് അതെല്ലായിട്ടും അയാളില്ല തങ്ങളെ മണ്ടന്റെ അടുപ്പുണ്ട്. ഏത് മണ്ടന്റെ അടുപ്പ് അടുപ്പിനപ്പുറം പുറത്ത് കൊട്ടിലിട്ടിട്ട് തങ്ങളെല്ലാം കഴിയുന്നു. അള്ള കാത്ത് തണ്ണി ചൂടാക്കി തങ്ങളോട് ധരിപ്പിക്കാത്തത് കുളിക്കാൻ. ഇങ്ങനത്തെ എല്ലാ ബഹുമാനം ഒട്ടാസി ആര് തങ്ങൾ മണ്ടന്റെ അടുപ്പ് കത്തിക്കാനും അങ്ങനെയൊന്നുമില്ല. അള്ളാഹു നീ ഖൈർ നൽകണേ അല്ലാ. ഒരു ബഹുമാനം തല ഒട്ടാസി ബഹുമാനിക്കുന്നത്. തങ്ങൾക്ക് വീട്ടിൽ ഞാൻ പൊണ്ടത്തിന്റെ വെള്ളം കൊടുക്കുമ്പോൾ തങ്ങളൊക്കെ ഉള്ള ഒരാഴ്ചയിൽ പൊണ്ട തങ്ങ കുടിക്കലേ ഇല്ല. തങ്ങ പൊണ്ട കുടിക്കുന്നില്ല. അങ്ങനെ ഈ തങ്ങളാട്ടി ഇറങ്ങി ഒക്കെയുള്ള ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടല്ലോ. ചിലട്ട് ഡോക്ടർമാർ നല്ല മനുഷ്യന്മാർ ഉള്ളെ കളക്കുന്ന റക്കാസിനെ കണ്ട പാതിലിടോ തേച്ചു ആ മാതിരി പഠിപ്പിക്കുന്നത് ഈ ഉള്ളെ കളക്കുന്നവരല്ലേ. തങ്ങ കുടിക്കല ഞാനവിടെ വെച്ചു കൊടുക്കാനാണ്. മെല്ലെ അയാൾ അപ്പുറം പോയിട്ട് മെല്ലെ കാണിച്ചു ഇയാൾക്ക് ഓർമ്മ പിത്തനാക്കി വന്നും വീടിയാണ്. അപ്പോൾ എന്ത് ഇളനീരാണ് കൊണ്ട ഒരു ഗ്ലാസ് വെച്ച് രണ്ടാട്ടി പയ്യപ്പൊരു ഗ്ലാസ് വെച്ച് ഓരോരുത്തർ ബഹുമാനിച്ചിട്ട് തങ്ങൾക്ക് അതാന്നില്ല തങ്ങൾക്ക് ഇതാന്നില്ല ഉസ്താദിനകത്ത് വേണ്ട നാട്ടിൽ വേണ്ടെന്നില്ല പിന്നെ വേണമെന്നില്ല ഒക്കുന്നില്ല പിന്നെ വഴുത്തല്ല. അള്ളാഹു അനുഗ്രഹിക്കണേ അല്ലാ. അമാനത്തുകളെല്ലാം വീട്ടണം. അമാനത്ത് ബാക്കിയായി മശ്റയിലേക്ക് എത്തി നരകത്തിലേക്ക് അവനെ താഴ്ത്തപ്പെട്ട് അമാനത്ത് കൊണ്ടുവരാൻ പറയുമ്പോ അവനത് താങ്ങാൻ കഴിയുന്നില്ല. പർവ്വതങ്ങളെ പോലെ പടുകൂറ്റൻ പർവ്വതങ്ങളെ പോലെ വലിയ വലിയ പർവ്വതങ്ങളായി അവനതിനെ അവൻ ഏറ്റിട്ട് അവന്റെ പുറത്തതിനെ തലയിലും മറ്റൊക്കെയായി മുകളിലേക്ക് വരുമ്പോ അവൻ താഴോട്ട് വീഴുന്നു. പിന്നെയും അടുത്ത് മുകളിലേക്ക് വരുന്നു. ഒന്ന് രക്ഷപ്പെടാൻ ഇല്ല സാധ്യമാകുന്നില്ല. അവസാനം അവൻ നരകത്തിന്റെ അടിത്തട്ടില് അവനങ്ങ് കരിഞ്ഞു പോവുകയാ. അതുകൊണ്ട് അമാനത്ത് വീട്ടണേ, കടങ്ങളെ വീട്ടി തീർക്കണേ. ആളുകൾക്ക് കൊടുക്കാനുള്ളത് ആളുകളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാം നീ പൂർണ്ണമായി വീട്ടുന്നവനാകണേ. മൂന്നാമത്തെ നരകത്തിന്റെ കടമ്പ അവിടെ ചോദിക്കുന്നത് കുടുംബമാണ്. അലാ സിലത്തുർ റഹീം, നീ കുടുംബബന്ധം പുലർത്തിയോ? പെങ്ങളെ സ്നേഹിച്ചുവോ? എളാപ്പയെ നോക്കിയോ? എളാമയെ കണ്ടോ? സഹോദരനെ ബഹുമാനിച്ചോ? അളിയനെ സ്നേഹിച്ചോ? എല്ലാം 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 ചോദിക്കുകയാണ്. കുടുംബ സംബന്ധമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരന്റെ പുരയിൽ പോയിട്ട് അനാപ്പോസരിക്കണോന്നല്ല, ഇഷ്ടപ്പെടാതെ പോയി കുത്തിരിക്കണോന്നല്ല, തിരിഞ്ഞു നോക്കാത്തവരുടെ അടുത്ത് പോയി യാചിക്കണമെന്നല്ല, ഒന്നുമല്ല. നമ്മെ സ്വീകരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മെ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മെ കേൾക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവിടെ പോകണം, കാണണം, ആരംഭിക്കണം, അവരെ ആശ്വസിപ്പിക്കണം, പെങ്ങന്മാരെ സഹായിക്കണം, ആങ്ങളമാരെ സഹായിക്കണം, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരിമാർ എല്ലാവരെയും ഇഷ്ടം വെക്കുന്നവരാകണം. ഏറെ കുറവുകളുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അള്ളാഹുവേ ഖൈർ നൽകണേ അല്ലാ. നാലാമതായി ചോദിക്കുന്നത് നരകത്തിന്റെ 4ാമത്തെ വാതിൽക്കലെത്തുമ്പോ അവിടെയുള്ള മാലാഖമാർ അവനോട് ചോദിക്കുന്നത് ബിറുൽ വാലിദൈൻ, നിന്റെ ഉമ്മയോട് ഉപ്പയോട് നീ അവർക്ക് ഗുണം ചെയ്തു പോയോ? ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്യാത്തവർ അവൻ അങ്ങോട്ട് കടന്നു പോകാനാകില്ല. എത്ര വലിയവനാവട്ടെ, ആ വലിയ ആള് വരുന്നു, ആബിദ് വരുന്നു, ബിഅമലി അൽഫി സിദ്ദീഖ്, 1000 സാലിഹീങ്ങളുടെ അമലുകളുമായി വരുന്നു. വകാന അഖല്ലി വാലിദൈ, നല്ലൊരു ആബിദ, നല്ലൊരു മനുഷ്യനാ, ഉമ്മയടങ്ങേറാക്കിയവനാ, ഉപ്പയെ കരയിപ്പിച്ചവനാ. അവന്റെ എല്ലാ നിസ്കാരങ്ങൾ, അവന്റെ ഒരുപാട് നോക്കുകൾ, അവന്റെ ഒരുപാട് സ്വതക്കകൾ ഇല്ല ഇല്ല റബ്ബ് തആല അവനിലേക്ക് നോക്കുന്നില്ല, അവന്റെ അമലിലേക്കും നോക്കുന്നില്ല. അവന്റെ ഒന്നും റബ്ബിന് വേണ്ട. കാരണം എന്തെന്നറിയോ? ഉമ്മാനെ വെറുപ്പിച്ചിട്ട് ഉപ്പാനെ കരയിപ്പിച്ചിട്ട് എന്ത് നന്മ ചെയ്താലും റബ്ബുൽ ഇസ്സത്തിനത് വേണ്ട. അല്ലാഹ്
വാക്ക് വേണം. ആരുടെ? ഉറുപ്പ്യ കൊടുത്താലും മതി, കുറച്ച് നിസ്കരിച്ചാലും മതി. ഉമ്മാന്റെ പൊരുത്തമുണ്ടാകണം, ഉപ്പാന്റെ പൊരുത്തമുണ്ടാകണം. ഇല്ലാത്തവർക്ക് സ്വർഗമില്ല കേട്ടോ. സ്വഹാബിയാണെങ്കിലും ശരി, വലിയാണെങ്കിലും ശരി, തങ്ങളാണെങ്കിലും ശരി, ഉമ്മയുടെയും ഉപ്പാടെയും പൊരുത്തമില്ലാത്തവനാരോ അവർക്കാർക്കും സ്വർഗമില്ല. അവരെ നരകത്തിലേക്ക് പിടിച്ചെടുപ്പെടുകയാണ്. നാലാമത്തെ നരകത്തിന്റെ വാതിലിൽ ചോദിക്കുന്നത് അതാണ്. പിന്നെയുണ്ട് ഉമ്മയെ ചിരിപ്പിച്ചവർ, ഉപ്പാനെ ചിരിപ്പിച്ചവർ. അവർ നാളെ മശ്റയിലേക്ക് വന്നാൽ ഒരു ഉമ്മ ഒരു ദിവസം മോനെ കൊണ്ട് ചിരിച്ചു പോയാൽ, ഉമ്മാനെ ചിരിപ്പിക്കണം. തമാശ പറഞ്ഞിട്ടാണെങ്കിലും ശരി, നിങ്ങൾ തമാശ പറയും ഉമ്മാന്റെ അടുത്ത്, ഉപ്പാന്റെ അടുത്ത് തമാശ പറഞ്ഞിട്ടെങ്കിലും ശരി. നാളെ പിന്നെ ഉമ്മ കിടന്നിട്ട് അവർ ചിക്കിളിയാക്കണ്ട. ചിക്കിളിയാക്കണ ഇല്ലേ? ചൊക്ലീന ഉമ്മാക്ക് ഒരു ഉസ്താദ് ചെല്ലും ഉമ്മാനെ ചിരിപ്പിക്കൊണ്ടിട്ട് പാതിരാക്കി ചിക്കിളിയാക്കി അഡ്രസ് ഇരിക്കാൻ. ഇപ്പൊ തന്നെ നമ്പാനും വന്നല്ലോ. ഞാൻ ഒരുപാട് സൈത്താനെ പിടിച്ചിട്ട് എന്തെന്ത് ഇസ്മാക്കിയും സൈത്താന് പോകുന്നില്ല. ഞാൻ 2 മണിക്ക് അടിച്ചിട്ട് 2 മണിക്ക് അടിച്ചിട്ട് എന്തെന്താക്കി 1.5 കൊല്ലം ഇസ്മാക്കി പോണ്ടേ, സൈത്താൻ പോണ്ടേ, പോകുന്നില്ല. അതായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഞാൻ പറഞ്ഞോട്ട് സൈത്താൻ മറ്റേ സൈത്താൻ അവൻ ചാൻസ് ഉണ്ടെന്ന് ചെല്ലിട്ട് അയാൾ പോയിട്ട് അയാൾ ഫസ്റ്റ് റൂമിൽ ബന്ധാക്കി ഞാൻ ചെല്ലിട്ട് അടിക്കുന്ന അയാൾ കേട്ടല്ലോ, കറക്റ്റ് കേട്ട് നേര് ചെല്ലണം. ഇപ്പം ഇതൊരു സൈത്താൻ ബാത്തിലാക്കുന്ന ഒരു പണി ഞാൻ എടുത്ത് ഇത് എടുത്തുനിന്ന് കണ്ടെങ്കിൽ നിനക്കാലും ഒരു ചെറിയ ഇക്ലീസ് പിരിച്ചെന്ന ഉണ്ടെങ്കിൽ ഇത് പൊട്ടും. പിന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടാൻ? നീ പണിയെടുക്കുന്നതിന് മുന്നേ ചെല്ലണം. ഉണ്ടായില്ലേ നോക്കി ഇത് ഒട്ടാസി പേടി അവൻ തുടങ്ങി ഇതിൻ്റെ ആദ്യം മെല്ലെ ചെല്ലി പോകുന്നില്ല. അവളോട് കേട്ടാലും നീ കൂക്കിയിടുന്നത് ഉറക്കില്ല, ടെൻഷനും ബേജാറും. ലാസ്റ്റ് അവളോട് ചെല്ലാം നിങ്ങൾ ഉറക്കല്ല തരുന്നത് ഇതിലെല്ലാം പോകും. പുതിയ അപ്പളെ കിട്ടും. നീ കൂക്കാൻ കായല, കൂക്കിലിടാൻ കായല, കൂക്കിലിട്ടാൻ ബുദ്ധിമുട്ടാണ്. പരക്കാർക്ക് അങ്ങനെ ഏത് തങ്ങന്മാർ വന്നവരുടെ കുറച്ചാൾ ചെന്ന് അനർവാൻ്റെ പത്രം ഉണ്ട്. പിന്നെ ഇല്ല കറക്റ്റ് എടുക്കുന്നതിന് പോയി നടക്കുന്നത്. അല്ല ഒരു ടൈം ചേഞ്ച് ആകുന്നില്ല. ഇതുപോലെ ആൾഡർ വെച്ചിരിക്കുന്നത് കൂക്കിലിടാൻ. പരക്കാർക്ക് ഒട്ടാസി അവരെ നട്ടന്നിരിക്കാൻ വേണ്ടി കൂക്കിലിടുന്നു. ഏതുമായിട്ട് കൂക്കളിലിട്ട് ലാസ്റ്റ് ആഴ്ചയിൽ നിങ്ങൾക്ക് ആ ചക്കനെ ഞാൻ കിട്ടുന്ന പോലാക്കുന്നത്. നീ കൂക്കിലിടാൻ ഒട്ടാസി ഇയാൾക്കോട് കൂക്കിലിടുന്ന വന്നാണോ? കാരണം കുറേ ആൾ ഒരു ചെല്ലാണ് 1.5 വർഷമായിട്ട് എന്തും സമയമില്ല. ഒരു വരുന്ന മറന്നപ്പോൾ പിറ്റേ 2 വട്ടം കൂക്കിലിടുന്നോ അങ്ങനത്തെ ഇടങ്ങിയത്. ഏതുമായിട്ട് ഇയാൾ പോയി കളിച്ചത് കിട്ടും. നീ മുണ്ട് സൈലട്ടായിരിക്കണം, എല്ലാം കറക്റ്റ് ആവുന്നില്ല. അയാൾ തങ്ങാൻ ചെല്ലല്ല. മംഗലെല്ലാം എടുത്ത് നിങ്ങളോടൊന്ന് കേട്ടോളി, ജാഗ്രത ആയിക്കോളി. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളി, എല്ലാം ഫെയറിലാക്കട്ടെ. ഒരു ഉക്ക് കൊടുത്തിന് ഇതിനെ അവൾ കൂക്കിലിടല. അന്ന് പോയ കൂക്കുളി ഇന്നോളം വന്നിട്ട് എന്താ ശരിയാ ഓക്കെ ശരിയാ ഇത് കിട്ടുന്ന ഇയാൾ സംഘം ഇത് ഉറുക്കിട്ട് നിങ്ങൾക്ക് അവനെ കിട്ടുന്നതിൽ സമാധാനം കിട്ടി വന്നില്ല. കൂക്കിളില്ല. ഇങ്ങനത്തെ അവസ്ഥ ഇങ്ങനെ നാളെ ഉമ്മാനെ ചിരിപ്പിക്കണം, ഉപ്പാനെ ചിരിപ്പിക്കണം. അവർ പോയിട്ട് പാതിരാ കഴിച്ചിട്ട് വല്ല പോയാൽ ഉപ്പുന്നിരിക്കും. എന്തോ എന്നെ കൊണ്ട് എപ്പോഴടിച്ചിട്ട് ജാഗയിൽ എടുക്കുന്ന എന്താ ജോവാൻ ചിരിപ്പിക്കുന്ന മുന്തിരി അടുപ്പിച്ചാൽ മതി, തൊട്ടിലുള്ള ചിരിപ്പിക്കണ്ട. ഏതാണെങ്കിലും ഉമ്മ ചിരിച്ചു പോയാൽ, ഉപ്പ ചിരിച്ചു പോയാൽ ഉമ്മയുടെ ഒരു ചിരി കൊണ്ട് കിട്ടുന്നത് എന്താണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തില്ല ഗഫറല്ലാഹു ലഹു ബിന്നൂ മാ കാന മിനൽ ദുനൂബ്. നിന്റെ ഉമ്മ നിന്നെ കൊണ്ട് ചിരിച്ചുവോ, നിന്റെ ഉപ്പ നിന്നെ കൊണ്ട് ചിരിച്ചുവോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ബിറുൽ വാലിദൈൻ, ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്യാത്തവർ 4ാമത്തെ ഡോറിലൂടെ നരകത്തിലേക്കാണ്. 5ാമത്തത് അലാഹിഫുൽ ലിസാൻ, 5ാമത്തെ കടമ്പയിൽ അവിടെ ചോദിക്കുന്നത് നാവിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പഞ്ചാധിക വിഷയ ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ സംസാരം സൂക്ഷിക്കണേ. അക്തറുന്നാസി അസാബൻ യൗമൽ ഖിയാമ അക്തറുഹും കലാമും ഫീ മഅസിയത്തില്ലാഹ്. ധാരാളം സംസാരിച്ച ആളുകൾ, ഒരുപാട് മുണ്ടാന്ന് പറഞ്ഞാൽ പഞ്ചാധിക പെണ്ണുങ്ങൾക്കല്ലാതെ ഭയങ്കര ഇഷ്ടം. എല്ലാം കേൾക്കണോ മുണ്ടണോ ഫോണാക്കി അങ്ങനെ താള് എന്ത് കറിയുന്നല്ല താൾക്ക് എന്തൊരു ഇട്ടേന്നല്ല താൾക്ക് ഇന്ന് നല്ല ഇട്ടിണി നല്ല ഇടാന്ന് പെണ്ണുങ്ങൾ ഓറന്നാക്കിയ പെണ്ണുങ്ങളോട് കേട്ട് നല്ല ഇട്ടാന്ന് നല്ല ഇഷ്ടമായി. എങ്ങനെ ഇതെല്ലാം കേൾക്കണു? അങ്ങനെ ചോദ്യം പാടില്ല. കണ്ടാളോട് എന്തെല്ലോ ചോദിക്കുക. സംസാരങ്ങൾ കുറച്ചവനാണോ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ് കാന ബഅദുൽ ഖായിഫീന ഇദാ അസ്ബഹ അഖദ ലൗഹം വതവാ. രാവിലെയായ മഹാന്മാർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവർ സുബഹിയായ ഒരു പലകെടുക്കും, ഒരു പലക പണ്ടല്ല രീപ്പിൽ പലകളിൽ എഴുതിക്കൊണ്ടായത് പലകയെടുക്കും, മഷിയെടുക്കും, പെണ്ണെടുക്കും അർത്ഥം. ഇതെടുത്തിട്ട് അവരെത് എന്ത് ചെയ്യുക എന്നറിയോ? ഇത്തകല്ലമ കലിമ ഫകതബാ. അവർ സംസാരിച്ചാൽ അത് എഴുതിയെടുക്കുകയാണ്. സുബൈ തൊട്ട് മിണ്ടിയത് പളക്ക പറഞ്ഞതല്ല എഴുതി വെക്കര്, എല്ലാം എഴുതി വെക്കുന്നു. ഇതാ സ്വലാത്തുൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എഴുതിയതിനെല്ലാം ഓതുകയാണ്. ഓതിയിട്ട് ഇരുന്ന് കരയുകയാ.